നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ജീവന്റെ വചനത്തെ ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, സ്വീകരിക്കാൻ, കൈക്കൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ 2 എപ്പിസോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇതെന്ന് സംഭവിക്കുന്നതാണെന്ന് കണ്ടു. അത് 1000 വർഷത്തെ ഭരണത്തിന് തൊട്ടു മുമ്പ് മഹോപദ്രവ കാലത്ത് നടക്കുന്ന സംഭവമാണ്. അത് ജീവിച്ചിരിക്കുന്ന ജാതികൾക്കുള്ള ന്യായവിധിയാണെന്നും അത് യഹോഷാഫത്തിന്റെ താഴ്വരയിൽ വെച്ച് നടക്കുന്നതാണെന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ യേശു പറയുന്നുണ്ട്, എനിക്ക് വിശന്നു. അതിന്റെ 35 മുതൽ, മത്തായിയുടെ സുവിശേഷം 25-ന്റെ 35 മുതൽ വായിക്കാം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഇതൊക്കെ പറയുമ്പോ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 38-ാം വാക്യം, നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ. അപ്പൊ അവർക്ക് ഈ വചനവുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്തവരാണ്, ബന്ധമില്ലാത്തവരാണ്. അടുത്തത്, നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ, നീ രോഗിയായിരിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ. കാരാഗൃഹത്തിൽ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ. അപ്പോൾ രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പം 2 തരം വ്യക്തികൾക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന 2 തരം വ്യക്തികൾക്ക് ഈ ജാതികൾ ചെയ്ത നന്മ പ്രവൃത്തികൾ അനുസരിച്ചാണ് ഇവർക്കുള്ള ന്യായവിധി. അതിൽ 1-ാമത്തെ ടീം, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴെന്നാണ്. അത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ആണ്. ഇസ്രായേൽക്കാരെയാണ് ഇവിടെ യേശുവിന്റെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനതകളിൽ, ഈ അവശേഷിക്കുന്ന ജനതകളിൽ ഇസ്രായേലിനോട് അവർക്കുണ്ടായിരുന്ന മനോഭാവം എങ്ങനെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇസ്രായേലിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങളുടെ മനോഭാവം ഇസ്രായേലിനോട് അനുകൂലമാകുന്ന മനോഭാവവും ഉണ്ട്, അനുകൂലമല്ലാത്ത മനോഭാവവുമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അവരെ നശിപ്പിക്കണം, അവിടെ ബോംബിട്ട് തകർക്കണം, അവർക്ക് ഈ രാജ്യം തന്നെ കൊടുക്കരുത്, അവരെ നിർവീര്യമാക്കി കളയണം, അവരാണ് തലവേദന എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള സമൂഹത്തോടോ സംഘടനകളോടോ നിങ്ങൾക്ക് ചേരുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനമോ എന്തു ആയിക്കൊള്ളട്ടെ, അതിന് ജയ് വിളിക്കാനും പോകാനും ദൈവമക്കൾക്ക് അവകാശമില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. അറിഞ്ഞോണം, ഇസ്രായേൽ ജനത്തിന് വിപരീതമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 4-5 തിരുവചനങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 4-5 തിരുവചനങ്ങൾ വായിക്കാം. അവർ ഇസ്രായേൽ മക്കളാണ്, പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. എന്തൊക്കെയാണ്? അവർ ഇസ്രായേൽ മക്കളാണ്, പുത്രസ്ഥാനം അവർക്കുണ്ട്, മഹത്വവും ഉടമ്പടികളും അവർക്കുള്ളതാണ്, നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവപിതാക്കന്മാരും അവരുടേതാണ്. പഴയ നിയമ പൂർവപിതാക്കന്മാരും അവരുടേതാണ്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അപ്പൊ അവര് സഹോദരങ്ങളാ. ആര്? യേശുവിന്റെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്രായേലിന്റെ ആദ്യ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഉൽപ്പത്തി 12-ന്റെ 2-3 തിരുവചനത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 2-3 തിരുവചനങ്ങൾ വായിക്കാം.
ഉൽപ്പത്തി 12:2-3. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇവരാണ് ഇസ്രായേൽ. അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അടുത്തത്, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഇവിടെ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അടുത്തത്, ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോ ദൈവത്താൽ ശപിക്കപ്പെട്ടവരോട് ചേരരുതെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇസ്രായേലിനെ ശപിക്കുന്ന ഗ്രൂപ്പുകൾ, വംശങ്ങൾ, അവരോട് ചേരരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവരിൽ നിന്ന് അകന്നിരിക്കുവിൻ. അവരോട് ശപിക്കപ്പെട്ടവരോട് ചേർന്നാൽ നിനക്കും എന്ത് കിട്ടും? ശാപ പങ്കുകാരനാകും. ശാപത്തിന്റെ പങ്ക് വഹിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുക. അപ്പൊ ശപിക്കുന്നവനെ ഇടതുവശത്തേക്കും അനുഗ്രഹിക്കുന്നവനെ വലതുവശത്തേക്കും. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ കാലഘട്ടമാ അത് കേട്ടോ, ഒട്ടും സംശയിക്കേണ്ട. അതിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഈ കാലഘട്ടമാ. ഈ 10, 20, 25, 30 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ചാൻസും ഇല്ല പോകാൻ. അടയാളങ്ങളെല്ലാം വെച്ചു നോക്കുമ്പോൾ ഏറെ അടുത്തു. നാളെ നടക്കാൻ വേണമെങ്കിൽ. ആത്മാവിൽ ഞാനൊരു പ്രവചനം പറയട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറകൾക്കപ്പുറത്തേക്ക് ഇനി സമയമുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. നിന്നിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടണം. അത് ദൈവത്തിന്റെ വാഗ്ദാനമാ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മത്തായി 25-ൽ 1000 വർഷത്തെ ഭരണത്തിലേക്ക് ജാതികൾക്ക് പ്രവേശിക്കുവാൻ ഒരവസരം കൊടുക്കുകയാണ്. ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണത് നൽകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായില്ല, അന്ന് ജെറുസലേമിൽ ആസ്ഥാനമാക്കി ഭരിക്കും, ദൈവമക്കളായ നമ്മൾ അവിടെ ഉണ്ടാകും. അപ്പൊ ഈ ഭൂമിയിലുള്ള ജനതകൾ എങ്ങനെയാ ഉണ്ടാകുന്നത് 1000 വർഷം എന്നൊക്കെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അത് ഈ ഇസ്രായേലിനോട് നല്ല മനസ്സ് കാണിച്ച, കരുണ കാണിച്ചവരെ 1000 വർഷത്തെ ദൈവരാജ്യത്തിന്റെ ഭരണം അനുഭവിക്കാൻ ദൈവം അവസരം കൊടുക്കുന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങളും അന്ന് നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. 1000 വർഷത്തെ ഭരണത്തിൽ ഇന്നുള്ള പല ഭരണ നേതാക്കന്മാരും കാണത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ഉണ്ടാകില്ലെന്ന് നമ്മൾ ധരിച്ചിട്ടുള്ള ചിലരുണ്ടാകും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പരിപാടി മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിനോട് അനുകമ്പ കാണിക്കുന്ന ചിലരെ നമ്മൾ ദുഷ്ടന്മാരുമാണെന്ന് എണ്ണിയിട്ടുണ്ടെങ്കിൽ, അവരൊരുപക്ഷെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നതെങ്കിൽ അവരുണ്ടാകും, ചിലരുണ്ടാകത്തില്ല. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ആത്മാവിൽ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊരു പ്രവചനമാണ് കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തിയും കരുണയും നമ്മൾ വിചാരിക്കുന്നതിലൂടെ ഒന്നും അല്ല വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ ലാസ്റ്റ്. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കണ്ടോ? ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകാൻ ആരൊക്കെ അവരെ അനുഗ്രഹിക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ അനുഗ്രഹിച്ചു നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഇസ്രായേലിനെ കുറിച്ച് അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിന്റെ വായിലൂടെ പുറത്തു വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിനെ ശപിച്ചാൽ നീ തന്നെ ശപിക്കപ്പെടും. അതിന് പ്രത്യേകിച്ച് ശാപമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സക്രിയ 2:8 പറയുന്നു, എടുക്കേണ്ടതില്ല, നിങ്ങളെ സ്പർശിക്കുന്നവൻ എന്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ആരാണോ ദ്രോഹിക്കാൻ നോക്കുന്നത്, ശപിക്കാൻ നോക്കുന്നത്, അവർ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? ദാനിയേലിന്റെ പുസ്തകം
എസെക്കിയേൽ കഴിഞ്ഞ് ദാനിയേൽ അതിന്റെ 7-ാമത്തെ അധ്യായം 21, 22 തിരുവചനം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 21, 22. പുരാതനായവൻ വന്ന് അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി, ഇസ്രായേൽക്കാർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തും. എന്നിട്ട് ബാക്കിയുള്ള ലോകത്തിലുള്ള ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധർ ആ രാജ്യം അവകാശമാക്കുകയും ചെയ്യും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഞാൻ പറഞ്ഞു, 2 കൂട്ടം വ്യക്തികൾക്ക് ചെയ്തു കൊടുത്ത പ്രവൃത്തികൾക്കനുസരിച്ചാണ് ഈ പ്രതിഫലം. ഒന്നാമത്തെ കൂട്ടം ഏതാ നമ്മൾ കേട്ടത്? ഏതാ? ആർക്ക് ചെയ്തു കൊടുത്തതിനനുസരിച്ച പ്രതിഫലം? ഇസ്രായേലിന്. അപ്പൊ ഇസ്രായേലിനെ ഭക്ഷിക്കാൻ അന്ന് കൊടുത്തു. കാരണം അവർ വലിയ പീഡനത്തിലൂടെ പോകുമ്പോൾ അവർ ഈ ലോകത്ത് തന്നെ ഒളിച്ചോടുന്ന അവസ്ഥയാണ്. അവർ പാറക്കെട്ടുകൾക്കുള്ളിൽ പോയി പാർക്കുന്ന സാഹചര്യമാണ്. അവർക്ക് ഭവനങ്ങളില്ലാത്ത സമയമായിരിക്കും മഹോപദ്രവകാലം. വലിയ പീഡകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് പ്രതിഫലമാണ്. അവനെ കാണിച്ചു കൊടുക്കാതെ അവനെ പാർപ്പിക്കുന്നവന് പ്രതിഫലമാണ്. അവന് ഭക്ഷണം കൊടുക്കുന്നവന് പ്രതിഫലമാണ്. പ്രൈസ്. രണ്ടാമത്തെ കൂട്ടർ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സഭയിലെ വിശുദ്ധരാണ്. ഇന്ന് കർത്താവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ജാതികൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നീതിമാനാ കേട്ടോ. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ മക്കളാ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരുവൻ കുടിക്കാൻ തന്നാൽ, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തന്നാൽ, നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി, കരുണപ്രവൃത്തി ദൈവമക്കൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്നവർക്ക് കൊടുത്താൽ അവരെല്ലാം ഈ 1000 വർഷത്തെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനിടയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവരിൽ അവശേഷിക്കുന്ന ജാതികൾ കേട്ടോ, അത് മറന്നു പോകരുത്. കാരണം ജീവിച്ചിരിക്കുന്നവരിൽ നിന്നാണ് ഈ വേർതിരിവ് 2 ഭാഗത്തേക്ക് വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം 25:44 മുതലുള്ള തിരുവചന ഭാഗം. 25:44 മുതൽ വായിച്ചു. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? 45. അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ. എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ആദ്യം പറഞ്ഞത് എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാർക്ക് ചെയ്ത കാര്യമാണെങ്കിൽ, രണ്ടാമത് പറയുന്നത് ഈ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എളിയവരാരാണ്? മത്തായിയുടെ സുവിശേഷം 18:6. മത്തായി 18:6. എന്നിൽ വിശ്വസിക്കുന്ന, വായിച്ചേ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ, എന്നിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിലായിരിക്കുന്ന ഈ ചെറിയവരിൽ. മത്തായി 10:42 എടുത്തേ. അപ്പൊ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്റെ കാര്യമാണ് മത്തായി 25:45 നമ്മൾ കണ്ടത്. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവനെ. ആരാണ് ഈ ചെറിയവർ? യേശുവിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യനെ എന്ന നിലയിൽ, യേശുവിന്റെ ശിഷ്യൻ ആണ് ഈ വ്യക്തി, ഈ മകൾ, ഈ മകൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന്, അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. എന്താണ് യേശു പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ചെയ്തപ്പോൾ എനിക്കാണത് ചെയ്തത് എന്ന് പറയാൻ കാരണം എന്താണ്? എഫേസ്യർ 1:23. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. എഫേസ്യർ 1:23. പെട്ടെന്ന് വായിക്കാം. അവന്റെ ശരീരമാണ് സഭ. അവന്റെ ശരീരമാണ്. ആരാ സഭ? യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് അംഗീകരിച്ച് അവന്റെ വചനത്തിന് കീഴ്പ്പെട്ട്
നിൽക്കുന്നവരാണ് ക്രിസ്തുവിന്റെ സഭ. ആ സഭ ആരുടെ ശരീരമാ? യേശുവിന്റെ. അതുകൊണ്ട് യേശു പറഞ്ഞത് എനിക്ക് ദാഹിച്ചു. യേശുവിന്റെ ശരീരമല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയിലായിരിക്കുന്ന ഒരു വിശുദ്ധൻ, ഒരു ശ്രേഷ്ഠൻ, അവർക്ക് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആർക്ക് ചെയ്യുന്നതിന് തുല്യമാ? അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് യേശുവിനാ കൊടുക്കുന്നത്. അവരോട് കരുണ കാണിച്ചാൽ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നാൽ, അവരെ നാം ആശ്വസിപ്പിക്കാനിടയായാൽ, അവർക്കായി ഒരു നല്ല കാര്യം ചെയ്യാൻ പ്രവർത്തിക്കാൻ, ഒരു നല്ല കാര്യത്തിനു വേണ്ടി മറ്റൊരാളോട് സംസാരിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, യേശുവിനെ ചെയ്യുന്നതിന് തുല്യമാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറഞ്ഞേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ആദ്യമായി അപ്പോസ്തലപ്രവൃത്തി 9 വരുമ്പോൾ യേശു അവനെ പിടികൂടുന്നൊരു ഭാഗമുണ്ട്. ആ സമയത്ത് യേശു എന്താ പറയുന്നത് പൗലോസിനോട്? അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം 4-5 തിരുവചനം. അപ്പോസ്തലപ്രവൃത്തി അവൻ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? സത്യത്തിൽ സാവൂൾ യേശുവിനെ പീഡിപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിന്റെ ശിഷ്യരെയാണ് ആര് പീഡിപ്പിച്ചത്? സാവൂൾ പീഡിപ്പിച്ചത്. സാവൂളിനോട് യേശു പറയുന്നത്, നീ ആരെ പീഡിപ്പിക്കുന്നതായിട്ടാ? യേശുവിനെ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ പീഡിപ്പിച്ചാൽ, നേരത്തെ നമ്മൾ കണ്ടപോലെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്നത് പോലെയാ. ഒരു ദൈവ പൈതലിന് എതിരായി പ്രവർത്തിച്ചാൽ, സംസാരിച്ചാൽ, ഒരു ദൈവ പൈതലിന് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ നന്മ ചെയ്യാതിരുന്നാൽ, ഒരു ദൈവ പൈതലിന് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ ആർക്ക് തന്നെയാ? യേശുവിനാ. അതാ യേശു പറഞ്ഞത്, നീ എന്നെ എന്തിന് പീഡിപ്പിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. 26:14 അപ്പോസ്തലപ്രവൃത്തി 26:14. അപ്പോസ്തലപ്രവൃത്തി 26 അധ്യായം 14 തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26:14 പെട്ടെന്ന്. ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിന്മേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടം. ഇരുമ്പാണിയുടെ മേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ദൈവ പൈതലിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം, പ്രവൃത്തി നമ്മൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ എന്തിനെതിരെയാ? ഇരുമ്പാണിയിൽ തൊഴിക്കുകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ കർത്താവിന്റെ സഭയെ കർത്താവ് എങ്ങനെയാ കാണുന്നതെന്ന് മനസ്സിലാക്കിക്കേ. ഗലാത്യ 6 അധ്യായം 8 മുതൽ എന്ന് വായിച്ച്, ഗലാത്യ 6:8 മുതൽ 10 വരെ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിധിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിധിക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിധിക്കുന്നവനാകട്ടെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊള്ളുക, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. എന്നാൽ നമ്മിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ ചിലര് നന്മ ചില കാലമൊക്കെ ചെയ്തു, പിന്നെ അവര് പറയുന്നതാണ്, ഇനിയിപ്പോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പണ്ട് ഞാൻ കുറെ നന്മയൊക്കെ ചെയ്തു. വചനം പറയാണ്, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ വിളവെടുക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ചു നാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു, പിന്നെ കുറെ നാളത്തേക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് നല്ല അനുഗ്രഹമൊക്കെ കിട്ടി. പണ്ട് നമുക്ക് ഇല്ലാത്തപ്പോ നമ്മൾ നന്മ ചെയ്തു, ഉള്ളപ്പോ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാതെ വന്നു. വചനം പറയുകയാണ്, ഫലം ഉണ്ടാകത്തില്ല, വിളവെടുക്കാൻ പറ്റാതെ പോകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയാം, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, എന്റെ ഗതികേടിനാണ് ഞാനിത് കേൾക്കാനിട വന്നത്, ഇവനെ കാണാനിടയായത്.
ഫോൺ വിളിക്കാനിട വന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വചനം പറയുന്നത് നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 25:34. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്, നന്മയുണ്ട്. മത്തായി 25:34 വായിക്കാം. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരു രാജ്യത്തിലേക്ക്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ബൈബിളിൽ നമ്മൾ കാണാറില്ലേ സ്വർഗം, അല്ലെ, സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. ഏതാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലൂടെ ഇവിടെ നടക്കുന്ന ആ പുതിയ രാജ്യമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ചാണ് കേട്ടോ. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനാലുള്ളതാ, ഭരിക്കപ്പെടുന്നതാ. അതിന്റെ പൂർണ്ണ അന്തസ്സത്തയിൽ വെളിപ്പെടുന്നത് ആ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമുള്ള ആ മഹാപീഡന കാലങ്ങൾക്ക് ശേഷമുള്ള 1000 വർഷത്തെ കാലത്തുള്ള രാജ്യമാണ്. നീതിയും ന്യായവും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അന്ന് സർപ്പത്തിന്റെ പൊത്തിൽ കുഞ്ഞുപോയി കൈയിടും. പുലിയും ചെന്നായും പശുവും ആടും ഒക്കെ ഒന്നിച്ചു മെയ്യും. കണ്ണീരില്ലാത്ത, പാപമില്ലാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു യോഗ്യത, അവസരം ജാതികൾക്ക് കൊടുക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? അന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാകണ്ടേ? വിശ്വാസികൾ മാത്രം മതിയോ? അന്ന് ജാതികളെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. അവരെയാണ് ഈ വലതുവശത്തേക്ക് വേർതിരിച്ചിരിക്കുന്നത്. ഈ ജാതികളാണ് 1000 വർഷത്തെ ഭരണത്തിൽ ഭൂമിയിൽ അവശേഷിക്കുക. അവർ യേശുവിനെ അന്ന് സേവിക്കാനായിട്ട്, അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉദ്ദേശം. അവരെ വേർതിരിച്ചതിന്റെ ഉദ്ദേശം അതാ. ദാനിയേലിന്റെ പുസ്തകം 7:14. ദാനിയേലിന്റെ പുസ്തകം, എസെക്കിയേലിന് ശേഷം ദാനിയേൽ 7-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. 14-ാമത്തെ തിരുവചനം. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അപ്പൊ എല്ലാ ജനതകളും ജനപദങ്ങളും അന്ന് വലതുവശത്തേക്ക് മാറ്റുന്നതിൽ ഇന്ത്യക്കാരും ഉണ്ട്, കേരളക്കാരും ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവരെല്ലാവരും അവനെ സേവിക്കാൻ വേണ്ടിയാണ് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകുന്നത്. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. അപ്പൊ എല്ലാ ജനതകളും അവനെ സേവിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ന്യായവിധിയാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല, ആ സമയത്ത് ഈ മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവരും അന്ന് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹനശക്തിയോടെ ആ ആത്മശക്തി, 2 കർത്താവിന്റെ സാക്ഷികൾ വന്ന ആത്മപകർച്ചയൊക്കെ നൽകപ്പെടുമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വചനത്തിനു വേണ്ടി നിലനിൽക്കുന്നവരും കൂടിയായിരിക്കും ഈ ജാതികൾ. ലോകമെമ്പാടുമുള്ളവര് മാധ്യമങ്ങളിലൂടെ എല്ലാം അന്ന് കാണുകയും അത് ഏറ്റെടുക്കാൻ, വിശ്വസിക്കാൻ തയ്യാറാകുന്നവരുടെ മേലും ആത്മപകർച്ച ഉണ്ടാകും. ഭാരതത്തിൽ പോലും, എല്ലാ രാജ്യങ്ങളിലും, ചൈനയിൽ, സകല രാജ്യങ്ങളിലും ഉണ്ടാകും. അന്നത് ഏറ്റെടുക്കുന്നവർക്കാണിത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അന്ന് മൃഗത്തിന്റെ 666 മുദ്ര ഏൽക്കാതിരിക്കുന്നവർക്കാണ്. 666 മുദ്രയൊക്കെ ഏറ്റുകഴിഞ്ഞാൽ ഒരിക്കലും ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 9 മുതലുള്ള തിരുവചനം. വെളിപാട് 14-ാമത്തെ അധ്യായം അതിന്റെ 9 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിമകളെ ആരാധിക്കുന്നവർ ശ്രദ്ധിച്ചുകൊള്ളുക. തൊട്ടു വണങ്ങുന്നവർ, മുട്ടുകുത്തുന്നവർ, തിരി കത്തിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. കഴുത്തെ കെട്ടി തൂക്കി നടക്കുന്നവർ സൂക്ഷിച്ചോണം. മൃഗമെന്ന് ഉദ്ദേശിച്ച ആന്റിക്രൈസ്റ്റിനെയോ ആന്റിക്രൈസ്റ്റിന്റെ പ്രതിമകളെയോ
ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. കോപത്തിന്റെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ അവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിന്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തിന്റെയും അവൻ അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപ്പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ, ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. സഖറിയയുടെ പുസ്തകം 14 ഒന്ന് വന്നേ. സഖറിയയുടെ പുസ്തകം 14 അധ്യായം. ഹല്ലേലൂയ. നമ്മൾ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തിന്റെ ശക്തിയെ പ്രാപിക്കാം. സഖറിയയുടെ പുസ്തകം 14 അധ്യായം 16 തിരുവചനം. ജെറുസലേമിനെതിരെ വന്ന സർവ്വ ജനതകളിലും അവശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാര തിരുനാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. അതായത് ഈ ജനത്തെ വേർതിരിക്കുമ്പോൾ വലതും ഇടതും ജെറുസലേമിനെതിരെ വന്ന ജനതകളും ഉണ്ടാകും. അവരാണ് ഇടതുവശത്ത്. അതിൽ അവശേഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് മാറ്റപ്പെട്ടവരാണ്. സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാര തിരുനാൾ ആചരിക്കാനും ആണ്ടുതോറും അവിടേക്ക് വരും. ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല. അപ്പൊ ഇവരെ വേർതിരിച്ചിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കാനും സേവിച്ച് ജീവിക്കാനും വേണ്ടി കൂടിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യെശയ്യായുടെ പുസ്തകം 65 അധ്യായത്തിലേക്ക് വരാം. യെശയ്യ 65 17 ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായി ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും. എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശു മരണമായി കണക്കാക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുക, ഈ സമയത്ത് ഈ വലതുവശത്തേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യരായിരിക്കും ഭൂമിയിൽ ജീവിക്കുന്നത്. അവർ വിവാഹം കഴിക്കും, അവർ പെറ്റുപെരുകും, ദൈവത്തെ ആരാധിക്കാൻ അവർ വരും. എടുക്കപ്പെടുന്നവർ പിന്നെ വിവാഹിതരാവുകയോ വിശ്വാസികളായ നമ്മൾ വിവാഹിതരാവുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളാണ് ന്യായപാലനം നടത്തുന്നത്. ഓരോ വ്യക്തികളുടെയും ജീവിച്ചിരുന്നപ്പോഴുള്ള അവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച്, കർത്താവിന്റെ ഹിതമനുസരിച്ച് അവരെപ്രകാരം ജീവിച്ചോ അതനുസരിച്ച് ഓരോ മണ്ഡലങ്ങൾ അവർക്ക് ശുശ്രൂഷകൾക്കായി ഭരിക്കുവാനായി ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. എന്നാൽ ഈ ജനം അവർ വിവാഹം കഴിക്കുകയും പെറ്റുവരികയും ഒക്കെ ചെയ്യും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് 20 വന്നേ. വെളിപാട് 20 1 മുതൽ ഒന്ന് വായിച്ചേ. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവന്റെ കയ്യിൽ പാതാളത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയുമുണ്ട്. അവനൊരു ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി
അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടി 1000 വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊള്ളുക, ഈ പുരാതന സർപ്പത്തെ, പിശാചിനെ, അവന്റെ ദൂതന്മാരെയും ഈ 1000 വർഷത്തെ ഭരണത്തിനു മുമ്പ് പാതാളത്തിൽ അടച്ചു മുദ്ര വയ്ക്കും. 1000 വർഷത്തേക്ക് പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ ഭൂമിയിലുള്ള ജനതകളെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ഈ വലതുവശത്തുള്ള ജാതികളെ വഞ്ചിക്കാൻ പറ്റത്തില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു കാരണത്താലും വഞ്ചിക്കാൻ പറ്റുകയില്ല. അവർ രൂപാന്തരീകരിക്കപ്പെട്ടവരാണ് അവര്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ഈ 1000 വർഷത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ തലമുറ ഇവിടെ ഉണ്ടാകും. കാരണം വലതുവശത്തേക്ക് വേർതിരിക്കപ്പെട്ടവരെല്ലാം പെറ്റുവരികയും അല്ലെ, വർഷങ്ങളോളം തലമുറകൾ ഉണ്ടാകും. അവസാന സമയത്ത് അല്പസമയത്തേക്ക് പിശാചിനെ എന്ത് ചെയ്യും? അഴിച്ചുവിടും. ഏതാ? 1000 വർഷത്തെ ഭരണത്തിന്റെ ഒടുക്കത്തെ നാളിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ആ സമയത്ത് പിശാചിനോടും അവന്റെ ദൂതന്മാരോടും, അന്ന് കർത്താവ് ഈ ഭൂമിയിലുണ്ട്, ജെറുസലേം കേന്ദ്രമായി ഭരിക്കുകയാണ്. ക്രൈസ്തലോ, 1000 വർഷത്തെ ഭരണമാണ് നടക്കുന്നത്. ഇവിടെ പാവമില്ല, തിന്മയില്ല, കണ്ണീരില്ല, രോഗമില്ല, കഷ്ടതയില്ല, മുറവിളിയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പിണക്കമില്ല. അപ്പൊ തലമുറ മുഴുവൻ അതനുസരിച്ചാ വളരുന്നത്, ജീവിക്കുന്നത്. അവർ കർത്താവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അവർക്കുണ്ടാകുന്ന നന്മകളുമായി ആണ്ടിൽ ഒരിക്കൽ ഇസ്രായേലിലേക്ക് വന്ന് അവിടെ കാഴ്ചവെക്കുകയും ചെയ്യും. അന്നും ആ സമയത്തും ഇവരുടെ ഓഹരിയും ഒക്കെ അവർ കൊടുക്കും കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 1000 വർഷത്തെ ഭരണത്തിന്റെ അവസാനം ഇങ്ങനെ നിൽക്കുന്ന ഇവരുടെ ഇടയിലേക്ക് വീണ്ടും ആര് കയറി വരും? സാത്താൻ കയറി വരും. ആ യുദ്ധത്തിനാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. അത് 20:7 മുതൽ. എന്നാൽ 1000 വർഷം തികയുമ്പോൾ, 20 വെളിപാട് 20:7 ആയിരത്തൊട്ട് വായിക്ക്. എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അപ്പോ അന്ന് വരെ ഒരു പാവവും ഇല്ലാതിരുന്ന ജനതകളിൽ പലരെയും വഴിതെറ്റിക്കാനാണ് അവൻ പുറത്തു വരുന്നത്. ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരികളോളം ആയിരിക്കും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരി. അപ്പൊ കുറെ പേര് ആരുടെ കൂടെ കൂടും? പിശാചിന്റെ കൂടെ കൂടും. 9 അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും. വിശുദ്ധരുടെ പാളയം എന്ന് പറയുമ്പോൾ നമ്മള് ദൈവമക്കളുടെ പാളയം, അതുപോലെ തന്നെ വിശുദ്ധരുടെ നഗരം, പാളയവും പ്രിയപ്പെട്ട പട്ടണവും, ജെറുസലേം അല്ലെ, പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ. അപ്പോ അവസാനത്തെ അനുസരണക്കേട് ആ തലമുറകളിൽ പലരും കാണിക്കും. അവരുടെ മേൽ അഗ്നി ഇറങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അത്രയും അവസരം കിട്ടിയിട്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയല്ലേ, വചനം കേൾക്കാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടും നമ്മൾ പറയും പിന്നെ എങ്ങനെ അവർ വീണുപോയെന്നല്ലേ. ഒരുപാട് വചനം കേൾക്കാൻ അവസരം കിട്ടിയിട്ടും പിന്നെയും വീണു പോകുന്ന ആൾക്കാരില്ലേ. ഇതുപോലെ പാവത്തിന്റെ ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ പിശാച് 1000 വർഷങ്ങൾക്ക് ശേഷം കടന്നു വരും. എന്നാൽ അങ്ങനെ പിശാചിനോട് കൂടെ ദൈവത്തിനെതിരെ തിരിഞ്ഞ യേശുവിന്റെ പട്ടണത്തെ വളയാൻ വന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ പട്ടണത്തെയും വിശുദ്ധരെയും നമ്മെയും ആക്രമിക്കാൻ വന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങിക്കളയും. 10-ാം വാക്യം. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അവരെ വഴിതെറ്റിച്ച പിശാചും മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധ അഗ്നി തടാകത്തിലേക്ക് അവർ എറിയപ്പെടും. രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ
46 വരെയുള്ള തിരുവചന രഹസ്യങ്ങൾ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ഇത് കേട്ടതും പഠിച്ചതും പ്രബോധിപ്പിച്ചതും എല്ലാം വാസ്തവമായ കാര്യം തന്നെയാണ്. ചെറിയ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കാഴ്ച ഒരുപക്ഷെ ലഭിക്കാൻ ഇടയായില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചതെല്ലാം യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ വചനം ഞങ്ങളിൽ ജീവനാകട്ടെ. വചനത്തിന്റെ വളർച്ച പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇസ്രായേലിനെ അനുഗ്രഹിക്കാൻ, ദൈവസഭയെ അനുഗ്രഹിക്കാൻ, അവർക്കായി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയും തന്റെ തേജസ്സേറിയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, ദ ത്രോൺ ഓഫ് ഗ്ലോറിയിൽ ഇരുന്നു കൊണ്ട് അതുള്ള സകല ജാതികളെയും ന്യായം വിധിക്കുകയും ചെയ്യും. ഞങ്ങളേവരെയും വചനത്തിന്റെ ആഴങ്ങളിലേക്ക്, ഉൾക്കാഴ്ചകളിലേക്ക് അങ്ങ് നടത്തിയതിന് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ക്രിസ്തുവിൽ വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ, നിത്യജീവൻ അനുഭവിക്കുവാൻ, യേശുവിൽ എടുക്കപ്പെട്ട് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വിശുദ്ധ പട്ടണത്തിലെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന നല്ല നാളുകൾക്കായി നന്ദി പറയാം. ജാതികളെ പോലെ 1000 വർഷത്തെ ഭരണത്തിൽ വീണ്ടും തിന്നും കുടിച്ച് പെറ്റും പ്രസവിച്ചും ജനതകളെ ഈ ലോകത്തിൽ വർദ്ധിപ്പിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് വലതുവശത്തേക്ക് പോകാം എന്ന ചിന്തയിലായിരിക്കാതെ യേശു വരുമ്പോൾ എടുക്കപ്പെടുന്നതിനുള്ള വലിയ ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കാം. വചനത്താൽ പഠിപ്പിക്കപ്പെടാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നിത്യജീവന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാത്ത പ്രബോധനങ്ങളിൽ നിങ്ങൾ പോയി തലവെക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മീയ വളർച്ച തരുന്നിടത്ത് എത്ര വില കൊടുത്തും പങ്കെടുക്കുവാൻ, പോകുവാൻ, വചനം പഠിക്കുവാൻ, നീതിമാന്മാരുടെ ഭവനങ്ങളിലേക്ക് നിരന്തരമായി കടന്നു ചെല്ലുവാൻ, ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗം നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.